ഏതാണ്ട് ഒരു 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു ശില്പം ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് ഈ ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കിയിലൊരു മലയോര പ്രദേശത്താണ്. അപ്പോൾ അവിടെ കൃഷിയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ പാടം വിത്ത് വിതയ്ക്കുകയും നെൽകൃഷി നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ജോലിക്കാരൊക്കെ കൂടി ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി പാടം തൂമ്പ കൊണ്ട് കിളച്ച്, അന്ന് കാളയൊക്കെ വെച്ച് ഉഴുതൊന്നുമില്ല, തൂമ്പ കൊണ്ടൊക്കെ കിളച്ച് കൈക്കോട്ട് വെച്ചൊക്കെ ചെളി ഇങ്ങനെ കോരിയിടുമ്പോൾ ഞാൻ എങ്ങനെയോ അതിൽ നിന്ന് കുറച്ച് ചെളി എടുത്തിട്ട് കൊണ്ടുപോയി ഒരു രൂപം നിർമ്മിക്കുകയാണ് ചെയ്തത്. അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അത് അന്ന് പള്ളിയിലൊക്കെ പോകുന്നൊരു സമയമാണ്, ചർച്ചിലൊക്കെ പോകും. ഇപ്പോൾ ചർച്ചിൽ ദൈവങ്ങളുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ, അതായിരുന്നു എൻ്റെ കണ്ണിൽ ചർച്ചിൽ പോകുമ്പോൾ ഞാൻ നോക്കി നിന്നുകൊണ്ടിരുന്നത്. ഈ സെൻറ്റ് ജോസഫിൻ്റെയും സെൻറ്റ് മേരിയുടെയൊക്കെ ക്രൈസ്റ്റിൻ്റെയൊക്കെ രൂപങ്ങളിങ്ങനെ നിറമൊക്കെ അടിച്ച് വെച്ചിരിക്കുന്ന, അതായിരുന്നു എൻ്റെ കണ്ണ് അതിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ചെളി എടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു രൂപമാണ് ആദ്യം ചെയ്യുന്നത് 5ാം ക്ലാസ്സിൽ വെച്ചിട്ട്. അത് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതൊരു നിറമൊക്കെ അടിച്ചിട്ട്, കളർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ കക്ക നീറ്റിയ ചുണ്ണാമ്പ് പോലത്തെയുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് നാച്ചുറലായിട്ടുള്ള ചില കളറുകളൊക്കെ, ചില ഇലയുടെ ചാറൊക്കെ ഇടിച്ചു പിഴിഞ്ഞ്, അതാരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല. അങ്ങനെയായിരുന്നു എൻ്റെ കലാജീവിതം വാസ്തവത്തിൽ ആരംഭിച്ചത്.